ശ്രീബുദ്ധൻ പറയുന്നത്, ഒരു സ്വർണ്ണപ്പണിക്കാരൻ എങ്ങനെയാണോ ഉരച്ചും മുറിച്ചും ഉരുക്കിയും സ്വർണത്തിൻ്റെ മാറ്റളക്കുന്നത്, അതുപോലെ നിങ്ങളും അപഗ്രഥിച്ചു വേണം എൻ്റെ വാക്കുകളെ സ്വീകരിക്കുവാൻ. ഒഴുകുന്ന ജലവും പാറയും പലപ്പോഴും ഏറ്റുമുട്ടും. ജയിക്കുന്നത് എപ്പോഴും ജലമായിരിക്കും, അതിൻ്റെ ശക്തി കൊണ്ടല്ല, നിർത്താതെയുള്ള അതിൻ്റെ പരിശ്രമത്താൽ. ദുഃഖം നിന്നിലാണ്, ദുഃഖകാരണവും നിന്നിലാണ്. ദുഃഖത്തിൽ നിന്നും സന്തോഷത്തിലേക്കുള്ള വഴിയും നിന്നിൽ തന്നെ. വിഷമങ്ങൾ നേരിടുമ്പോൾ ക്ഷമയാണ് ധീരത. നിരാശയുടെ ഇരുൾമുറിയിൽ തളർന്നിരിക്കാതെ പ്രതീക്ഷയുടെ വെളിച്ചത്തിലേക്ക് മനസ്സിനെ നയിക്കുക. ഇന്ന് നിങ്ങളെ വിഷമിപ്പിക്കുന്നതെന്താണോ അത് നാളെ നിങ്ങളെ ശക്തനാക്കും. നമ്മെ രക്ഷിക്കാൻ നമുക്കല്ലാതെ മറ്റാർക്കും കഴിയില്ല. നിങ്ങൾ നടക്കേണ്ട ദൂരം നടന്നു തീർക്കേണ്ടത് നിങ്ങൾ തന്നെയാണ്. ഒരു തരത്തിലുള്ള പാപങ്ങളും ചെയ്യാതിരിക്കുക. നല്ല കർമ്മങ്ങൾ ചെയ്യുക. സ്വന്തം മനസ്സിനെ നിർമ്മലമാക്കുക. മറ്റൊരുവനോട് ദേഷ്യം വെച്ചുകൊണ്ടിരിക്കുന്നത് മറ്റൊരാളുടെ മേൽ എറിയുക എന്ന ഉദ്ദേശത്തോടെ ഉള്ളം കയ്യിൽ തീക്കനൽ പിടിച്ചുകൊണ്ടിരിക്കുന്നത് പോലെയാണ്. നിനക്ക് മാത്രമാണ് പൊള്ളുന്നത് എന്ന സത്യം മനസ്സിലാക്കാതെ. സ്നേഹം കൊണ്ട് വെറുപ്പിനെയും, പുണ്യം കൊണ്ട് പാപത്തെയും, ഔദാര്യം കൊണ്ട് പിശുക്കിനെയും, സത്യം കൊണ്ട് അസത്യത്തെയും ജയിക്കുക. ഒരു വ്യക്തിയോട് നമ്മൾ ക്ഷമിക്കുമ്പോൾ അയാൾ ചെയ്തതെല്ലാം മറന്നു എന്ന് അർത്ഥമില്ല. ക്ഷമിക്കുക എന്നത് നമ്മുടെ കടമയാണ്. ഓർത്തു വയ്ക്കുക എന്നത് നമ്മുടെ മുൻകരുതലും. മറവിയുടെ ചവറ്റുകുട്ട ഇടയ്ക്കൊന്ന് ചികയണം. ഒരിക്കലും മറക്കില്ലെന്ന് നാം നനച്ച പലതും മാറാല പിടിച്ച് കിടക്കുന്നത് കാണാം. ഒരു സ്ത്രീക്ക് നിങ്ങളോട് പ്രണയമുണ്ടെങ്കിൽ അവൾ നിങ്ങളോട് സംസാരിക്കുമ്പോൾ ശിരസ്സ് താഴ്ത്തി നിന്നുകൊണ്ടേ സംസാരിക്കൂ.